അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 25-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തളുന്നു അവ അറിയുന്നു അൻ യുഫ്അല പ്രാവർത്തികമാക്കപ്പെടുമെന്ന് ബിഹ അവയിൽ ഫാഖിറ വൻ വിപത്ത്. തളുന്നു അൻ യുഫ്അല ബിഹ ഫാഖിറ ഒരു ഫാഖിറത്ത് കൊടും വിപത്ത് തങ്ങളുടെ മേൽ പതിക്കാൻ പോവുകയാണ് എന്ന് അവർ അറിയുന്നു. രണ്ട് തരം മുഖങ്ങളെക്കുറിച്ചായിരുന്നുവല്ലോ പരാമർശിച്ചത്. മുഖങ്ങൾ പ്രശോഭിതമാണ്. ആ ആളുകളോട് അള്ളാഹു കരുണ കാണിക്കും. അള്ളാഹു അവർക്ക് അള്ളാഹുവെ തന്നെ ദർശിക്കാൻ അവസരം നൽകും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്, ലില്ലദീന അഹ്സനു വൽ ഹുസ്ന വസിയാദ, നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്, കൂടുതലുമുണ്ട് എന്ന്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഏറ്റവും നല്ല പ്രതിഫലം എന്നത് സ്വർഗമാണ്, കൂടുതൽ എന്നത് അള്ളാഹുവെ കണ്ടുമുട്ടലാണ് എന്ന്. രണ്ടാമത് പറഞ്ഞത് ബാസിറയായ ചുളിഞ്ഞുപോയ കറുത്തിരുണ്ടുപോയ മുഖങ്ങളെക്കുറിച്ചായിരുന്നു. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. കൊടിയ വിപത്ത് തങ്ങളെ ബാധിക്കാൻ പോവുകയാണ് എന്ന് അവരറിയുന്നു. നട്ടലിനെ തകർത്ത് കളയുന്ന മാരകമായ വിപത്തിനാണ് ഫാഖിറ എന്ന് പറയുക. നട്ടല് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ അവയവമാണ്. ശരീരത്തിന് നിശ്ചിത ആകൃതിയും ഉറപ്പും നൽകുകയും നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്ന അസ്ഥികളുടെ നിരയാണല്ലോ നട്ടെല്ല്. കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്ന നാഡിക്ക് സംരക്ഷണ കവചം തീർക്കുന്നതും നട്ടെല്ലാണ്. ആ നട്ടെല്ലിനെയാണ് മാരകമായ ശിക്ഷ പിടികൂടുക. ആ ശിക്ഷ പിടികൂടുമെന്ന് അവർക്ക് നന്നായി ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് അവരുടെ മുഖങ്ങൾ, അവരുടെ വജ്ഹുകൾ ബാസിറയായി മാറിയത്. അള്ളാഹുവിൻ്റെ ശിക്ഷ, പരലോകത്തുള്ള ശിക്ഷ ഒരിക്കലും തീരാത്ത ശിക്ഷയാണ്. ഭൂമിയിൽ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും കെടുതികളും അനുഭവിച്ചാലും ഒന്നുകിൽ ആ പ്രയാസം മാറിപ്പോകും, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന മനുഷ്യൻ്റെ മരണത്തോടുകൂടി ആ ഭൗതികമായ പ്രയാസം അവസാനിക്കും. എന്നാൽ മരണാനന്തര ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രയാസവും തീരുകയില്ല. കാരണം മരണം എന്ന് പറയുന്ന ഒന്ന് അവിടെ ഇല്ല എന്നതാണ്. ഭൂമിയിലെ ജീവിതത്തിൽ മരണമുണ്ടായിരുന്നു, പക്ഷേ പരലോകത്ത് അങ്ങനെ ഒന്നില്ല. അതിനാൽ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ മരണമില്ലാത്തൊരു ലോകത്ത് രക്ഷ നേടണമെന്ന ബോധത്തോടു കൂടി ജീവിക്കുകയും നട്ടലിനെ തകർത്ത് കളയുന്ന മാരകമായ വിപത്തിൽ നിന്നും, നരകാഗ്നിയിൽ നിന്നും, കത്തിയെരിയുന്ന നരകത്തിയിൽ നിന്നും രക്ഷപ്പെടുകയും വേണം. അതിനുള്ള വഴിയായി ഇഹലോകത്ത് ഉപയോഗിക്കുന്നവർ മാത്രമാണ് വിജയിക്കുക. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തളുന്നു നൂന് ഇരട്ടിച്ചു വന്ന് മണിക്കുക. അൻ യുഫ് അല സുക്കൂണ നൂന് ശേഷം യാ വന്നിരിക്കുന്നു, കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക. തളുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ, തളുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ. ജയികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മോട് കരുണ ചൊരിയുമാറാവട്ടെ.